ഓഹരി വിപണിയിലെ തകർച്ച നേരിടുന്ന പല നിക്ഷേപകരും ആശങ്കയിലാണ്. ഒരു വർഷം മുമ്പാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിരുന്നതെങ്കിൽ നിക്ഷേപിച്ച മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രകടനം തീർച്ചയായും നഷ്ടത്തിലായിരിക്കും. കോവിഡിന് ശേഷം വിപണിയിൽ എത്തിയവരിൽ ഏറെപ്പേരും ആദ്യമായാണ് ഇതുപോലെ ഒരു നഷ്ടം നേരിടുന്നത്. ദിനംപ്രതി എന്നോളം നിക്ഷേപത്തുകയിൽ കുറവ് വരുന്നതിനാൽ താങ്കൾ നിക്ഷേപിച്ച തുക മുഴുവൻ നഷ്ടമാകുമോ എന്ന ആശങ്കയിൽ നിക്ഷേപം പിൻവലിക്കുന്ന ചുരുക്കം ചില നിക്ഷേപകരുമുണ്ട്. കോവിഡിന് ശേഷം തുടർച്ചയായി ഉണ്ടായ ഇടിവിന് അപ്രതീക്ഷിതമായ തിരിച്ചുകയറ്റമാണ് വിപണി കണ്ടത്. ഇപ്പോഴത്തെ ഓഹരി വിപണിയുടെ ഇടിവിലും അതുതന്നെ സംഭവിക്കുമെന്ന് ഇതിൽ വിദഗ്ധരായ വ്യക്തികൾ അഭിപ്രായപ്പെടുന്നു. സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുന്ന വ്യക്തികൾക്ക് ആവശ്യം വേണ്ട ഒരു സ്വഭാവ സവിശേഷതയാണ് ക്ഷമ. നിക്ഷേപങ്ങൾ നടത്തി ക്ഷമയോടെ കാത്തിരിക്കുന്ന നിക്ഷേപകർക്ക് വിപണി കാലാകാലങ്ങളിലായി വലിയ നേട്ടങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ 6 മാസത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രകടനങ്ങൾ. കഴിഞ്ഞ 6 മാസമായി, അതായത് ഏതാണ്ട് ഒക്ടോബർ മാസം മുതൽ വിപണി ഒരു സാങ്കേതിക തിരുത്തലിൻ്റെ പിടിയിലായിരുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികയായ നിഫ്റ്റി 50 ഏകദേശം 17% ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ ഒരു ആഴ്ചക്കാലത്തെ ഓഹരി വിപണിയുടെ പ്രകടനത്തിൽ 7.5% നേട്ടമാണ് വിപണി അതിൻ്റെ നിക്ഷേപകർക്ക് നൽകിയത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാലാകാലങ്ങളിലായി സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഇടിവിനേക്കാൾ കൂടുതലാണ് സ്റ്റോക്ക് മാർക്കറ്റ് ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്തുന്ന നിക്ഷേപകർക്ക് നൽകുന്നത്. ഈ കാലയളവിൽ ക്ഷമ നഷ്ടപ്പെട്ട നിക്ഷേപകർ അവരുടെ ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടുകളിലുമുള്ള നിക്ഷേപങ്ങൾ നഷ്ടത്തിൽ വിറ്റ് പിന്മാറുന്ന ഒരു പ്രവണത പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ്. ഇങ്ങനെ സ്ഥിരതയില്ലാത്ത രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് ഓഹരി വിപണിയിൽ നിന്നും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും ധനനഷ്ടമാണ് സംഭവിക്കുകയുള്ളൂ എന്നുള്ള സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കുക. കൂടുതൽ നഷ്ടം ഭയന്ന് അവരുടെ ഓഹരികളും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളും വിറ്റ് നിക്ഷേപകർ കുറച്ച് നാളുകൾക്ക് ശേഷം ചിലപ്പോൾ പശ്ചാത്തപിക്കേണ്ടതായി വരും. ഇതുപോലുള്ള തെറ്റുകൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുവാൻ ശ്രമിക്കുക. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ 150 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ വലിയ കാലയളവിലെ വിപണിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ സൂക്ഷ്മതയോട് നിരീക്ഷിച്ചാൽ നല്ല കമ്പനികളുടെ ഓഹരികളിലും തെരഞ്ഞെടുത്ത ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലും ദീർഘകാലത്തിന് നിക്ഷേപം നടത്തിയ നിക്ഷേപകർക്ക് നഷ്ടം സംഭവിച്ചതിൻ്റെ കണക്കുകൾ വളരെ കുറവാണ്. എന്നാൽ അവർ നേടിയ ലാഭം നമ്മളെ അതിശയിപ്പിക്കുന്നതുമാണ്. ഇതിൻ്റെ ശരിയായതും അതുപോലെ വ്യക്തമായിട്ടുള്ള കണക്കുകൾ സോഷ്യൽ മീഡിയകളിലും അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ നിന്ന് ലഭ്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളെ പേടിയോടെ കാണുന്നവർക്ക് ഇതുപോലെയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടം കൊയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ഈ വസ്തുത മനസ്സിലാക്കി നിക്ഷേപങ്ങൾ നടത്തുന്ന നിക്ഷേപകർക്ക് എക്കാലവും മികച്ച ഒരു അവസരമാണ് വിപണി നൽകിയിട്ടുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റ് ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ കുറയുന്ന സാഹചര്യത്തിൽ ഈ അവസരങ്ങൾ മുതലാക്കി കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തി കോസ്റ്റ് ആവറേജ് ചെയ്ത് ഭാവിയിൽ വിപണി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം. ഇനിയും മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപങ്ങൾ ആരംഭിച്ചിട്ടില്ലാത്ത വ്യക്തികൾ ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് തുടങ്ങുവാൻ ആയിട്ടുള്ള സമയം അതിക്രമിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഏതു പ്രായത്തിലുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിന് മികച്ച മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ലഭ്യമാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനും റിസ്ക് എടുക്കുന്നതിനുള്ള താൽപ്പര്യങ്ങളും പരിഗണിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാകും. നമ്മൾ ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്ന പല നിക്ഷേപ അവസരങ്ങൾ നമുക്ക് ഭാവിയിൽ തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് വരാം. മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തുന്നത് ഒരു ദീർഘകാലത്തെ നിക്ഷേപമായതിനാൽ വിപണിയിൽ വരുന്ന ചാഞ്ചാട്ടങ്ങൾ ഇത്തരത്തിലുള്ള നിക്ഷേപകർ അവഗണിക്കേണ്ടതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിന് വലിയ തുകയൊന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഓരോ മാസവും ചിലവിന് ശേഷം മാറ്റിവെക്കാവുന്ന ചെറിയ ചെറിയ തുകകൾ
SIP റൂട്ടിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താവുന്നതാണ്. ഇത് പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം 1000 രൂപയാകാം, 5000 രൂപയാകാം, 10000 രൂപയാകാം. ഇന്നത്തെ ചെറിയ ചെറിയ നിക്ഷേപങ്ങളാണ് നാളത്തെ വലിയ സമ്പത്തായി മാറുക. ഇത് തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങളുടെ മനസ്സിലുള്ള പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിന് നിങ്ങളെ സഹായിക്കും. അത് നിങ്ങളുടെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസമാകാം, നല്ലൊരു വീടുണ്ടാക്കാനുള്ള ആഗ്രഹമാകാം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം സ്ഥിരമായിട്ടൊരു വരുമാനം, അതും മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാനായിട്ടുള്ള ഒരാഗ്രഹമാകാം. ഇനി ഓഹരി വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ലോകത്തിലെ മറ്റുള്ള രാജ്യങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും ദ്രുതഗതിയിൽ സാമ്പത്തികമായി വളരുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ GDPയിലുള്ള വളർച്ച 6.5%-നും 7%-നും ഇടയിലാണ് എന്നനുമാനിക്കുന്നു. ഇത് മറ്റുള്ള രാജ്യങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മുന്നിലാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില $63 താഴുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മുടെ ആഭ്യന്തര ആവശ്യത്തിനുള്ള ക്രൂഡ് ഓയിലിൻ്റെ ഏകദേശം 80%-വും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വന്നിരിക്കുന്ന ഈ കുറവ് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുവാനും അതിൽ നിന്ന് അധികമായി വരുന്ന തുക ഇന്ത്യയുടെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കുവാനും സാധിക്കും. RBI പലിശ നിരക്കിൽ വരുത്തിയ കുറവ്, പണപ്പെരുപ്പത്തിൽ വന്നിരിക്കുന്ന വൻ കുറവ്, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ അനുസരിച്ച് 3.54% ഇൻഫ്ലേഷൻ നിരക്ക്. കഴിഞ്ഞ 6 മാസക്കാലത്തിലേറെയായി വിപണിയിൽ വിൽപ്പനക്കാരായിരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തിരിച്ച് ഇന്ത്യയിൽ നിന്ന് ഓഹരികൾ വാങ്ങാൻ ആരംഭിച്ചത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. അമേരിക്കയുമായിട്ടുള്ള താരിഫ് നെഗോഷിയേഷൻസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റുള്ള രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒട്ടേറെ ഘടകങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാം പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ദീർഘകാലത്തേക്ക് ഇന്ത്യൻ വിപണിയിൽ നിന്നുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് വലിയൊരു ലാഭം നിക്ഷേപകർക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെയും അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും വളർച്ചയ്ക്ക് അനുകൂലമാണെങ്കിലും ഹ്രസ്വകാലങ്ങളിൽ വിപണിയിൽ ചെറിയ തോതിലുള്ള തിരുത്തലുകൾ സംഭവിച്ചേക്കാം. എന്നാൽ ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് താരതമ്യേന നല്ലൊരു വരുമാനം നേടുവാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഹരി വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകളിലുമുള്ള നിക്ഷേപങ്ങൾ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. ഇത് ഓഹരി വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു ശുപാർശയായി കണക്കാക്കരുത്. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള 1200ഓളം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രകാശ് നായർ.